ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് ചെറിയൊരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാവേ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചുരിദാറിലോ ബ്ലൗസേലോ സാരിയിലൊക്കെ ബോർഡറിലൊക്കെ ചെയ്യാൻ നല്ല വർക്കാട്ടോ. ഇതിപ്പോൾ ഒരു സ്റ്റിച്ച് കൊണ്ട് പല പല വർക്കുകൾ ചെയ്യാമെന്ന് പറയല്ലേ. ഇപ്പോൾ ഇതേ സ്റ്റിച്ച് കൊണ്ട് തന്നെ നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ച് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ നല്ലത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ അങ്ങോട്ട് ചെയ്ത് വിടുമ്പം നമ്മൾ ഒരുപാട് ചെയ്ത് ശീലമില്ലല്ലോ. അപ്പോൾ അതിനൊരു പെർഫെക്ഷൻ ഒന്നും കാണുകയല്ലേ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റൗണ്ടിലാട്ടോ ചെയ്യുന്നത്. നമ്മൾ ആ സൂചി അടിയിൽ നിന്ന് കുത്തിയെടുത്ത് വെച്ച് ആ നൂല് ഇടത്തു നിന്നുള്ള നൂല് ആ സൂചിയിൽ വലത്തുനിന്ന് ആ വലത്തോട്ട് ഇട്ട് കൊടുത്തേച്ച് അങ്ങ് വലിച്ച് ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലോട്ട് തന്നെ കൊടുക്കുക നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഇടത്തുനിന്ന് വലത്തോട്ടും ഒരേ ലെവലിൽ ഇങ്ങനെ വി വരുന്ന പോലെ അങ്ങനെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നടുക്കാണെങ്കിൽ സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമോ, അതല്ലെങ്കിൽ വേറൊരു നൂല് ആഡ് ചെയ്തേച്ച് 2-3 പ്രാവശ്യം ഒന്ന് ആ സൂചിയിലോട്ട് തന്നെ നൂല് ചുറ്റി അതിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി താഴോട്ട് വലിച്ചിറക്കി ഒരു ചെറിയ ഫ്ലവർ പോലെ ഇരിക്കുവേ. ഇനിയിപ്പം നമ്മൾ ഒരു ഷേപ്പ് വരച്ചിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ത്രികോണമാണെങ്കിൽ 3 കോർണർ ഉണ്ടല്ലോ, ആ 3 കോർണറിൽ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണേ. ഒരു ചെറിയ ഭാഗം കുത്തി എടുത്തേച്ച് ഇടത്തു നിന്നുള്ളത് വലത്തോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് വലിച്ച് ആ നടുക്ക് ആ പോയിന്റേലോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇപ്പം ഇത് നേരെ കൊടുത്തിട്ട് അടുത്ത പോയിന്റേ കൊടുക്കാം. ഇതിപ്പം ഞാൻ ഈ ഒരു പോയിന്റേ തന്നെ കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മളിപ്പോൾ 2 കോർണറേ ചെയ്തല്ലോ, ആ 2 മൂലയിലും ചെയ്തു. ഇനി നമ്മൾ മേലെ ചെയ്യണം കണ്ടോ. ഇപ്പം റൗണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു പ്ലസ് ആ റൗണ്ടിൻ്റെ അകത്ത് വരച്ച് കൊടുത്തേച്ച് ആ പ്ലസ് ആ പൊക്കത്തിലേയും താഴെയും ആ 4 വശത്തും ചെയ്തേച്ച് ബാക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഇച്ചിരി കണ്ട ഒരു ഭംഗിയായിട്ട് നല്ല പെർഫെക്ഷനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നൂല് മേടിക്കുമ്പോൾ ഒരു 15 രൂപയൊക്കെ മേലെയുള്ള നൂല് മേടിക്കുവാണെങ്കിൽ നല്ല സൂപ്പർ നൂലായിരിക്കും. അതിന് താഴെയുള്ള നൂല് ചിലപ്പോൾ കളറൊക്കെ പോകാൻ സാധ്യതയുണ്ട്, വർക്ക് ഡ്രസ്സേ ചെയ്ത് വെക്കുന്നവരെ. പിന്നെ ഈ നടുക്കാണെങ്കിലും ഇതൊരു സൂചിയിലോട്ട് കണ്ടില്ലേ, ആ നൂല് 3 പ്രാവശ്യം 4 പ്രാവശ്യം ചുറ്റി അതുകൊണ്ട് താഴോട്ട് വരാൻ എളുപ്പമുണ്ട്. നല്ല ഒരു 5-10 എണ്ണം വെച്ച് അതിന് മേലെ ചെയ്ത് വെക്കുന്ന കേട്ടോ നല്ലത് ഡ്രസ്സേലൊക്കെ ചെയ്യുമ്പോഴേ. അതിൽ ഇപ്പം കളർ കോമ്പിനേഷൻ അനുസരിച്ചൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പല രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന വർക്കാണ്. എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ടൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.